ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്നത്തെ ഒരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരുന്നത് പ്രഗ്നൻസിയുടെ 8th and 9th മന്ത് എങ്ങനെയായിരിക്കും, എന്തായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും പറയാം, അതിൻ്റെ കൂടെ തന്നെ മെഡിക്കലി നമ്മളുടെ ബോഡിയിൽ ഈ 2 മാസത്തിൽ കുട്ടിക്കും അമ്മയ്ക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പറയാം. അപ്പോൾ 8ാമത്തെ മാസത്തെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടി ഭയങ്കര റാപ്പിഡായിട്ട് വളരുന്നൊരു സ്റ്റേജാണ് 8th മന്ത് എന്ന് പറയുന്നത്. കുട്ടിയുടെ വെയിറ്റ് വേഗം കൂടുന്നൊരു മാസമാണ്. അതുപോലെ തന്നെ കുട്ടി സ്വയം പ്രിപ്പയർഡ് ആവുകയാണ് പുറത്തുള്ള എൻവിറോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ പലർക്കും തന്നെ ആദ്യത്തെ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ വയററിഞ്ഞ് നല്ല രീതിക്ക് അറിഞ്ഞു തുടങ്ങുന്നത് ഈ ഒരു മാസത്തിലാണ്. പിന്നെ നമുക്ക് ഈ ബാക്ക് പെയിനും ബ്ലാഡറിന് മുകളിലുള്ളൊരു പ്രഷറും ഒക്കെ നമ്മൾ നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നത് 8th മന്തിലാണ്. മിക്കവരിലും ശ്വാസം കിട്ടാത്തതുപോലെ തോന്നുന്നതും ഒക്കെ 8ാമത്തെ മാസത്തിൽ തുടങ്ങുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ കാലിലും കയ്യിലും ഒക്കെ നീര് വരുന്നതും ഇതൊക്കെ ഈ ഒരു ടൈമിൽ കണ്ടു തുടങ്ങും. ഇനി പ്രധാനമായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ഇഷ്യൂ ആണ്. എന്ത് കഴിച്ചാലും ദഹിക്കത്തില്ല എന്നുള്ളൊരു പ്രശ്നം വരും. അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം വരും. ഇതിനൊക്കെ പിന്നിലെ റീസൺ എന്ന് പറയുന്നത് കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ യൂട്രസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനെയൊക്കെ പുഷ് ചെയ്ത് മുകളിലോട്ട് കയറ്റും. ഈ യൂട്രസിനുള്ള സ്പേസ് ബോഡി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. ഇതുകൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. സോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ 8th മന്തിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 8ാമത്തെ മാസം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഈ ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ അറിയാം, എല്ലാ വീഡിയോയിലും ഓരോ വരി ഞാൻ പറഞ്ഞിട്ട് അല്പം ശ്വാസം എങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ളത് കാണുന്നവർക്ക് നല്ല രീതിക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് 8th മന്തിലുണ്ടായിരുന്ന ഒരു പ്രശ്നം. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കാര്യമൊക്കെ സ്വയം നോക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നതും എല്ലാം തന്നെ ഞാൻ സ്വയം ചെയ്യുമായിരുന്നു. എനിക്ക് അങ്ങനത്തെ വേറൊരു പ്രശ്നവും 8ാമത്തെ മാസത്തിലുണ്ടായിരുന്നില്ല. പിന്നെ 7ാമത്തെ മാസം വരെ ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് പലർക്കും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. പുറത്ത് അറിയാത്തവരൊക്കെ ആണെങ്കിൽ അയ്യോ പ്രഗ്നൻ്റ് ആണോ, കണ്ടിട്ട് തോന്നുന്നില്ല എന്ന് പറയുമായിരുന്നു. കാര്യം ഞാനൊരല്പം വണ്ണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വയറൊക്കെ കൂടെ അറിയുന്നില്ലായിരുന്നു. പക്ഷേ 8th മന്ത് ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് കയറിയിട്ട് വയറ് വെച്ചു. നല്ല രീതിക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങി. ഭയങ്കരമായിട്ട് വയറ് വെച്ചു. അപ്പോൾ ഇത് പലരിലും കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് വയറ് വയ്ക്കുന്നത് 8ാമത്തെ മാസത്തിലാണ്. പിന്നെ ഓരോ പ്രഗ്നൻസിയും ഓരോ രീതിക്കായിരിക്കും. ഒരാളുടെ തന്നെ 2 പ്രഗ്നൻസിയും 2 രീതിക്കായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ മുന്നേ പറഞ്ഞ എല്ലാ സിംറ്റംസും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്കതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. കാലിലും കയ്യിലും ഒക്കെ നീര് വരുന്ന പോലത്തെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഡൈജസ്റ്റീവ് ഇഷ്യൂസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പൊതുവേ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ഒരാളാണ്. എനിക്ക് എന്ത് കഴിച്ചാലും വയറിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമായിരുന്നു പ്രഗ്നൻസിക്ക് മുന്നേ. പക്ഷേ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ 8ാമത്തെ മാസത്തിൻ്റെ അവസാനം വരെയും അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല. പിന്നെ ഉണ്ടായിരുന്നൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വയറ് നല്ലോണം വലുതായപ്പോഴത്തേക്ക് കുനിഞ്ഞിട്ട് താഴെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാനും പിന്നെ മുത്തുമണി ഉണ്ടല്ലോ അവനെ കയ്യിൽ എടുത്ത് കുളിപ്പിക്കുന്നതും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതല്ലാതെ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റിൽ അപ്പോഴും ഞാൻ പോയിട്ടില്ലായിരുന്നു. സോ അങ്ങനെയൊക്കെ 8ാമത്തെ മാസം അങ്ങ് പോയി. ഇനി നമുക്ക് 9ാമത്തെ മാസം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 9ാമത്തെ മാസം എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ ഫുൾ ടേം റീച്ചായ ഒരു സ്റ്റേജാണ്. അതായത് കുട്ടി നല്ലോണം വളർന്നിട്ടുണ്ടാകും, കുട്ടി നല്ല രീതിക്ക് പ്രിപ്പയർഡ് ആയിട്ടുണ്ടാകും പുറത്ത് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുട്ടിയുടെ തല തിരിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ടാകും. മിക്കവരിലും ഈ ഒരു റൊട്ടേഷൻ 32ാമത്തെ ആഴ്ചയ്ക്കും 36ാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിക്ക് ആ പെൽവിസ് റീജിയനിൽ നല്ല പ്രഷർ അറിയാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും. രാത്രി സമയങ്ങളിലൊക്കെ കുട്ടി ചവിട്ടുന്നത് മുകളിലേക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഇതൊരു ഡിസ്കംഫേർട്ട് എന്നുള്ളതിനപ്പുറമായിട്ട് നല്ലൊരു പെയിൻ അനുഭവപ്പെടാൻ തുടങ്ങുന്നത് എൻഡ് ഓഫ് ദ 9th മന്ത് എന്ന് പറയില്ല, അതായത് ഓൾമോസ്റ്റ് നമ്മുടെ ലേബറിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയൊരു വേദന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരിലും കാണാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് വെജൈനൽ ഡിസ്ചാർജ്. ഈ ഒരു സമയത്ത് ഡിസ്ചാർജ് കൂടുതലായിരിക്കും. അതുപോലെ ആ ലേബർ അടുക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഡിസ്ചാർജ് കാണാനായിട്ട് പറ്റും. മിക്കവരിലും ഇതുണ്ടാവും. ഇതിന് പിന്നിൽ ഹോർമോണൽ ചേഞ്ചസും ആകാം, അല്ലെങ്കിൽ നമ്മൾ ലേബറിന് റെഡിയാകണം എന്നുള്ളൊരു സൈനും ആകാം. ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 9th മന്ത് എന്ന് പറയുന്നത് അതുവരെയും വളരെ ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ജേണി വളരെ ടഫായത് ഈ ഒരു സമയത്താണ്. അപ്പോൾ 9th മന്തിൻ്റെ സ്റ്റാർട്ടിങ് 9th മന്ത് തുടങ്ങിയിട്ട് ഒരു 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം, മീൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ മീനിൻ്റെ ഉച്ചയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു, അത് കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. രാത്രിയും ഞാനത് കഴിക്കാനായിട്ട് എടുത്തു വെച്ചപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ഇത് കഴിക്കല്ലേ, രാത്രിയാണ് ഗ്യാസ് കയറും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസം, അതായത് 9 months ആയിട്ട് എനിക്ക് വയറിന് യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു, ഞാൻ എന്തായാലും കഴിക്കണം, എനിക്ക് കഴിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ കഴിക്കാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുഴുവൻ കഴിച്ചു. രാത്രി ഒരു 12-12:30 വരെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഗ്യാസ് കയറുന്ന പോലെ തോന്നി. അപ്പോൾ അതിനുള്ള മരുന്നും തന്നിട്ടുണ്ടായിരുന്നു, ഒരു ടോണിക് ഉണ്ടായിരുന്നു, അത് കുടിച്ചു. ഇപ്പം ശരിയാവും എന്ന് വിചാരിച്ചു. എന്തായാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഇതും അങ്ങനെ സബ്സൈഡ് ആവുമെന്ന് വിചാരിച്ചു.
പക്ഷേ അതങ്ങനെ ഒന്നും ആയില്ല. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഛർദ്ദിച്ച് തളർന്ന് ഹോസ്പിറ്റലിലായി. അന്ന് പക്ഷേ ഫുൾ ഡേ ഹോസ്പിറ്റലിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. അവർ കുറച്ച് സമയം ഒബ്സർവേഷനിൽ വെച്ചിട്ട് വീട്ടിൽ പറഞ്ഞയച്ചു, കുഴപ്പമൊന്നുമില്ല, ഗ്യാസ് ശരിയാവും എന്നൊക്കെ പറഞ്ഞു, ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. പക്ഷേ അത് അവിടെ കൊണ്ട് നിന്നില്ല. അടുത്ത ദിവസം കഞ്ഞിയൊക്കെ മാത്രമേ കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എങ്കിലും എനിക്കിങ്ങനെ കിടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എഴിക്കും, ഗ്യാസ് കയറും, വീണ്ടും കിടക്കും, വീണ്ടും ഛർദ്ദിക്കും, ഇങ്ങനെ ഇത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ ബേബിയുടെ മൂവ്മെൻറ്റ്സ് അറിയുന്നില്ലായിരുന്നു. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലായി. അതൊരു 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ബേബിയുടെ മൂവ്മെൻറ്റ്സ് ഒട്ടും തന്നെ ഇല്ല. കാര്യം എനിക്ക് ഈ വേദന കാരണം ഞാൻ ഒന്നും അറിയുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു, ബേബിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കി. അപ്പം ബേബിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ വേദനയിൽ ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 9th മന്ത് എന്ന് പറയുന്നത് ഗ്യാസൊക്കെ വരാനായിട്ട് നല്ല ചാൻസ് ഉള്ളൊരു മന്താണ്. അപ്പോൾ ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു മാസവും കൂടെ പെട്ടെന്ന് അങ്ങ് പോകുമെന്ന് പറഞ്ഞിട്ട് ആരും വിചാരിക്കരുത്. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ ചെയ്യരുത്. 3 സമയം കഴിക്കുന്നതിന് ഒരു 5 സമയമായിട്ടോ 6 സമയമായിട്ടോ കുറച്ച് ഫുഡായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉണ്ടായിരുന്ന ഒരു 20 ദിവസം ഞാൻ ചെയ്തിരുന്നത് അങ്ങനെയാണ്. 5 6 സമയമായിട്ട് കുറച്ചായിട്ട് കഴിക്കും. പിന്നെ ഗ്യാസ് ഉണ്ടാക്കുമെന്ന് തോന്നുന്ന എല്ലാ ഫുഡും അങ്ങ് അവോയ്ഡ് ചെയ്തു. ബിക്കോസ് ഇതിൽ കൂടുതൽ ബേബി ഭയങ്കര റാപ്പിഡായിട്ട് ഗ്രോ ആകാൻ പോകുന്നില്ല. കുട്ടിക്ക് പ്രോട്ടീൻ കിട്ടണം, അതിനായിട്ട് മുട്ട കഴിക്കുന്നുണ്ടായിരുന്നു, പാല് കുടിക്കുന്നുണ്ടായിരുന്നു കാൽഷ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് മറ്റ് ഗ്യാസ് കയറും എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഫുഡും കഴിക്കുന്നില്ലായിരുന്നു. പിന്നുള്ള 20 ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കുന്ന ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു, പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒരു സെൻറ്റൻസ് പോലും എനിക്ക് പറഞ്ഞ് തീർക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഡെയിലി ചെയ്തിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഹെൽപ്പ് ചോദിച്ചു തുടങ്ങേണ്ടി വന്നു. അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ബാഗ് പാക്ക് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന സാധനം എടുത്തു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കേണ്ടി വന്നു. അത് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. നമ്മൾ സ്വയം ചെയ്തിരുന്ന വളരെ നിസ്സാരമായ കാര്യങ്ങൾ മറ്റൊരാളുടെ അടുത്ത് ചോദിച്ച് ചെയ്യിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനമൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡേറ്റ് തന്നിരുന്നത് സെപ്റ്റംബർ 30 ആയിരുന്നു 2023. പക്ഷേ സെപ്റ്റംബർ 27 രാത്രി കഴിഞ്ഞ് 28-ാം തീയതി രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ആദ്യം നോർമൽ ഡിസ്ചാർജ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ലേബറിന് അടുപ്പിച്ചുള്ള നോർമൽ ഡിസ്ചാർജ് ആണ്, ഹോർമോണൽ ചേഞ്ചിൻ്റെ ആണെന്ന് വിചാരിച്ചു. പക്ഷെ അതങ്ങനെയല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിക്ക് കൂടി. അപ്പം ഒരുവിധം ലേബറിനുള്ള ടൈമായി, നമുക്ക് ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള രീതിയിലെത്തി. 30th വരെ പോയില്ല, 29th വാട്ടർ ബ്രേക്കായി. അങ്ങനെ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം മുന്നേ ആയിരുന്നു ആയിഷ ജനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഡെലിവറി ഡേറ്റിന് തന്നെ ഡെലിവറി നടക്കണമെന്നൊന്നുമില്ല. ചിലർക്ക് അത് കഴിഞ്ഞിട്ടും പോകാം, ചിലർക്ക് അതിന് കുറച്ച് മുന്നേ ആകാം. ഒരു 10-12 ദിവസം മുന്നേ ഒക്കെ ഡെലിവറി സംഭവിക്കാം. സോ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഹോസ്പിറ്റൽ ബാഗൊക്കെ ഒരു 2 മാസം മുന്നേ തന്നെ പാക്ക് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ള സംഭവങ്ങൾ അതൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ട് വയ്ക്കണം. ഇനി 9ാമത്തെ മാസത്തിൽ പലരും ഫേസ് ചെയ്യുന്ന, ഞാനും ഫേസ് ചെയ്തിരുന്നൊരു പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ, എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ബേബി മൂവ്മെൻറ്റ്സ് ഭയങ്കര കൂടുതലായിരുന്നു. നല്ല ചവിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഓരോ ചവിട്ടും അവൾ കാലെടുക്കുമ്പോഴായിരിക്കും എനിക്ക് വീണ്ടും ശ്വാസം എടുക്കാൻ പറ്റുന്നത്. അത് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ടിനപ്പുറമായിട്ട് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. നല്ല രീതിക്ക് ബേബിയുടെ ഹെഡ് താഴോട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് സ്കാനിൽ നമ്മൾ അറിയണം എന്നില്ല. ഈ പെൽവിക് റീജിയനിൽ നല്ല പ്രഷർ അറിയാനായിട്ട് പറ്റും. അത് എനിക്ക് നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ചവിട്ടുന്നതും, കാല് വെച്ചിട്ട് മുകളിലേക്ക് ചവിട്ടുന്നതും ഈ റിബ്സിൻ്റെയൊക്കെ റീജിയനിൽ അതും നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ജനറലായിട്ട് ഈ 2 മാസം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, കിടക്കുമ്പോഴത്തേക്ക് ഒരു പില്ലോടെ സപ്പോർട്ട് എടുത്തിട്ട് ചരിഞ്ഞ് കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ ഡിസ്കംഫർട്ടൊക്കെ ഒരുവിധം നമുക്ക് കുറച്ച് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ പൊതുവേ പ്രഗ്നൻറ്റ് ലേഡീസ് ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കണം എന്നല്ലേ പറയുന്നത്. ഒരു പില്ലോ കൂടെ നമ്മളെ കാലിനിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വയ്ക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടി വരുന്നത്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ബേബിക്ക് മൂവ്മെൻറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ ബേബിയുടെ മൂവ്മെൻറ്റ്സിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ ചെന്നിട്ട് കാണണം. വെയിറ്റ് ചെയ്ത് നോക്കാം, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പം തന്നെ ചെന്നിട്ട് ചെക്ക് ചെയ്യുക. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കഴിക്കുമ്പോൾ വളരെ ചെറിയ പോർഷൻ പല സമയത്തിലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴത്തേക്ക് ഡൈജഷനും പ്രോപ്പറായിട്ട് നടക്കും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂസും അധികം ഉണ്ടാവത്തില്ല. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഒഴിവാക്കാനായിട്ട് നോക്കുക. സോ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എങ്കിലും ആ ബേബിയെ കാണുമ്പോഴുള്ള മൂമെൻറ്റ് വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സോ ആ ഒരു മൂമെൻറ്റിൽ നമ്മൾ അതുവരെ കഷ്ടപ്പെട്ടതും ആ ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ തന്നെ അങ്ങ് മറന്നു പോകും. സോ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. ആ മൂമെൻറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ല രീതിക്ക് എൻജോയ് ചെയ്യുക. 8th and 9th മന്ത്
ക്രൂഷ്യൽ ആയിട്ടുള്ള മന്ത്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, വളരെ കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അതുവരെയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ മടിക്കാതെ ചോദിക്കണം ഡോക്ടറോട്. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണം തോന്നിയാൽ റെസ്റ്റ് കൊടുക്കുക, ചെയ്യുന്ന ജോലികളിൽ നിന്ന് ബ്രേക്ക് വേണം തോന്നിയാൽ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് 9th മന്തിൻ്റെ എൻഡ് വരെ കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.